നെക്സ്റ്റ് സെക്ഷൻ സ്ട്രീം സൈഫേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്രിപ്റ്റോ സിസ്റ്റത്തിലും സക്സസീവ് പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ്സ് സെയിം കീ യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരുന്നത്. ഏത് പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് ചൂസ് ചെയ്താലും അതിനൊരു ഫിക്സഡ് കീ കെ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി സൈഫർ ടെക്സ്റ്റ് സ്ട്രിംഗ് y is obtained as follows: y equal to y1 y2 y3 etc equal to ek of x1 ek of x2 ek of x3 etc. ഇവിടെ ചില കേസിൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് എം ടപ്പിൾസ് ഒക്കെ ആയിരിക്കാം. ഈ ടൈപ്പ് ക്രിപ്റ്റോ സിസ്റ്റംസിനെ ബ്ലോക്ക് സൈഫേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രീം സൈഫേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഇതിന്റെ ബേസിക് ഐഡിയ, ഒരു കീ സ്ട്രീം z ഈക്വൽ ടു z1 z2 z3 എക്സെട്ര ജനറേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്ത് ഒരു ഗിവൺ പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിങ് x ഈക്വൽ ടു x1 x2 x3 എക്സെട്ര ഈ സ്ട്രിങ്ങിനെ താഴെ പറയുന്നത് പോലെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. y ഈക്വൽ ടു y1 y2 y3 എക്സെട്ര ഈക്വൽ ടു z1 ഓഫ് x1 z2 ഓഫ് x2 z3 ഓഫ് x3 എക്സെട്ര. ഈ കേസിൽ എല്ലാ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ്സിനെയും സെയിം കീ യൂസ് ചെയ്തിട്ടല്ല എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സൈഫേഴ്സിനെയാണ് സ്ട്രീം സൈഫേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്ട്രീം സൈഫേഴ്സിന്റെ സിംപ്ലസ്റ്റ് ടൈപ്പ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ കീ സ്ട്രീം കൺസ്ട്രക്ട് ചെയ്യുന്നത് കീയിൽ നിന്ന് തന്നെയാണ്. ഇത് പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്തരം സ്ട്രീം സൈഫേഴ്സിനെ സിങ്ക്രണസ് എന്നാണ് വിളിക്കുന്നത്. അത് താഴെ പറയുന്നത് പോലെ ഫോർമുല ഡിഫൈൻ ചെയ്യാം. Definition 1.6: A synchronous stream cipher is a tuple script P, script C, script K, script L, epsilon, script D together with a function G such that the following conditions are satisfied. First one, script P is a finite set of possible plain text. Second one, script C is a finite set of possible cipher text. Third one, script K, the key space is a finite set of possible keys. Fourth one, script L is a finite set called the key stream alphabet. Fifth one, G is the key stream generator. G takes a key K as input and generates an infinite string Z1, Z2, Z3, etc. called the key stream, where Zi belongs to script L for all I greater than or equal to 1. And sixth one, for each Z belongs to script L, there is an encryption rule Ez belongs to epsilon and a corresponding decryption rule Dz belongs to script D. Ez from script P to script C and Dz from script C to script P are functions such that Dz of Ez of x equal to x for any plain text element x belongs to script P. അതായത് ഒരു സിങ്ക്രണസ് സ്ട്രീം സൈഫർ ഒരു 6 tuple ആണ് together with a function G. അതിലെ ഫസ്റ്റ് മെമ്പർ സ്ക്രിപ്റ്റ് പി, അത് മുൻപത്തെ പോലെ പോസിബിൾ ആയ പ്ലെയിൻ ടെക്സ്റ്റുകളുടെ കളക്ഷൻ. സെക്കൻഡ് വൺ, സൈഫർ ടെക്സ്റ്റുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് സി. തേർഡ് വൺ, പോസിബിൾ കീസിന്റെ ഫൈനൈറ്റ് കളക്ഷൻ. ദെൻ ഫോർത്ത് വൺ, സ്ക്രിപ്റ്റ് എൽ, അതും ഒരു ഫൈനൈറ്റ് സെറ്റ് തന്നെയാണ്. അതിനെ കീ സ്ട്രീം ആൽഫബറ്റ് എന്നാണ് വിളിക്കുന്നത്. കീ സ്ട്രീമിൽ ഉണ്ടായിരിക്കുക ഈ സെറ്റിലെ മെമ്പേഴ്സ് ആണ്. ദെൻ ഫിഫ്ത്ത് വൺ, എൻക്രിപ്ഷൻ ഫംഗ്ഷൻസിന്റെ കളക്ഷനായ എപ്സിലോണും സിക്സ്ത് വൺ, ഡീക്രിപ്ഷൻ ഫംഗ്ഷൻസിന്റെ കളക്ഷനായ സ്ക്രിപ്റ്റ് ഡിയുമാണ്. ഇവയ്ക്ക് പുറമെ കീ സ്പേസ് ഡൊമൈൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ജി കൂടിയുണ്ട്. ആ ഫംഗ്ഷനെ കീ സ്ട്രീം ജനറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു കീ കെ ഇൻപുട്ടായിട്ട് എടുത്ത് അതിൽ ചില ഓൾഗരിതംസ് അപ്ലൈ ചെയ്ത് ഒരു ഇൻഫൈനൈറ്റ് സ്ട്രിങ് Z1, Z2, Z3 എക്സെട്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്ട്രിങ്ങിനെയാണ് കീ സ്ട്രീം എന്ന് വിളിക്കുന്നത്. ഇവിടെ സെഡൈകളെല്ലാം സ്ക്രിപ്റ്റ് എല്ലിലെ മെമ്പേഴ്സ് ആണ്. ഒരു കീയിൽ നിന്നുമാണ് ഓൾഗരിതംസ് അപ്ലൈ ചെയ്ത് കീ സ്ട്രീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കീ സ്പേസിലെ ഓരോ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ഡിഫറെന്റ് കീ സ്ട്രീംസ് കിട്ടിക്കൊണ്ടിരിക്കും. സ്ക്രിപ്റ്റ് എല്ലിലെ ഏതൊരു ആൽഫബറ്റ് ഇസഡ് ചൂസ് ചെയ്താലും അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു എൻക്രിപ്ഷൻ റൂള് ഇസഡ് എപ്സിലോണിലും കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ റൂള് ഡിസഡ് സ്ക്രിപ്റ്റ് ഡിയിലും ഉണ്ടായിരിക്കും. ഇസഡ് സ്ക്രിപ്റ്റ് പിയിൽ നിന്നും സ്ക്രിപ്റ്റ് സിയിലേക്കുള്ള ഫംഗ്ഷനും ഡിസഡ് സ്ക്രിപ്റ്റ് സിയിൽ നിന്നും സ്ക്രിപ്റ്റ് പിയിലേക്കുള്ള ഫംഗ്ഷനുമാണ്. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡിസഡ് ഓഫ് ഇസഡ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവരി പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് എക്സ്. ഇത് സിങ്ക്രണസ് സ്ട്രീം സൈഫറിന്റെ ഫോർമുല ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്.
നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ മുൻപ് പഠിച്ച വിജിനിയർ സൈഫറിനെ ഒരു സിങ്ക്രണസ് സ്ട്രീം സൈഫറായിട്ട് റീഫോർമുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിജിനിയർ സൈഫറിലെ കീവേഡിന്റെ ലെങ്ത് എം ആണെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ വിജിനിയർ സൈഫറിൽ സ്ക്രിപ്റ്റ് പിയും സ്ക്രിപ്റ്റ് സിയും ഒക്കെ ചൂസ് ചെയ്തിരുന്നത് Z26m ആയിരുന്നു. അതായത് ഒരു സിംഗിൾ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് അതല്ലെങ്കിൽ സിംഗിൾ സൈഫർ ടെക്സ്റ്റ് എലമെന്റ് ഓർഡേഡ് എംറ്റപ്പിൾ ആണ് ഇവിടെ. ഒരു സ്ട്രീം സൈഫർ ആയിട്ട് ഇതിനെ റീഫോർമുലേറ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് പിയും സ്ക്രിപ്റ്റ് സിയുമായിട്ട് ചൂസ് ചെയ്യുന്നത് Z26 ആണ്. സോ എംറ്റപ്പിൾസിന് പകരം സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ്. അതുപോലെ തന്നെ സൈഫർ ടെക്സ്റ്റ് എലമെന്റിന്റെ കേസിലും ഇവിടെ സ്ക്രിപ്റ്റ് കെ ഈക്വൽ ടു Z26m തന്നെയാണ്. സ്ക്രിപ്റ്റ് എൽ ഈക്വൽ ടു Z26ഉം. ദെൻ എപ്സിലോണിലെയും സ്ക്രിപ്റ്റ് ഡിയിലെയും ഫംഗ്ഷൻസിനെ താഴെ പറയുന്നത് പോലെ ഡിഫൈൻ ചെയ്യുന്നു. For any z belongs to Z26, Ez of x equal to z plus x mod 26 and dz of y equal to y minus z mod 26 where x comma y belongs to Z26. Then കീ സ്പേസിലെ ഓരോ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടും കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Let k equal to ordered m tuple k1 k2 etc km be any key in the key space. ഇവിടെ K1 K2 എക്സെട്ര KM ഇവയെല്ലാം Z26ലെ മെമ്പേഴ്സ് ആണ്. ദെൻ കീ സ്ട്രീം Z1 Z2 Z3 എക്സെട്ര താഴെ പറയുന്നത് പോലെ ഡിഫൈൻ ചെയ്യുന്നു. Zi ഈക്വൽ ടു KI if 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. Zi ഈക്വൽ ടു Zi മൈനസ് M if I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M പ്ലസ് 1. അതായത് I 1 മുതൽ M വരെയുള്ള ഏതെങ്കിലും ഇൻറ്റിജർ ആണെങ്കിൽ Zi ഈക്വൽ ടു KI. I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M പ്ലസ് 1 ആണെങ്കിൽ Zi ഈക്വൽ ടു Zi മൈനസ് M. ദാറ്റ് ഈസ് Z1 ഈക്വൽ ടു K1, Z2 ഈക്വൽ ടു K2 എക്സെട്ര Zm ഈക്വൽ ടു Km. ദെൻ Zm പ്ലസ് 1 ഈക്വൽ ടു Z1 ഈക്വൽ ടു K1, Zm പ്ലസ് 2 ഈക്വൽ ടു Z2 ഈക്വൽ ടു K2 എക്സെട്ര Zm പ്ലസ് M ഈക്വൽ ടു Zm ഈക്വൽ ടു Km. Z2m plus 1 equal to Z1 equal to K1, Z2m plus 2 equal to K2 and so on. So key stream ഇതുപോലെയാണ്. K1, K2, etc. Km, K1, K2, etc. Km, K1, K2, etc. ഈ കീ സ്ട്രീം K ഈക്വൽ ടു ഓർഡേഡ് എം ടപ്പിൾ K1, K2, etc. Km എന്ന കീയിൽ നിന്നുമാണ് ജനറേറ്റ് ചെയ്തത്. കീ ചേഞ്ച് ചെയ്താൽ കീ സ്ട്രീമും ചേഞ്ച് ചെയ്യും. അതായത് മറ്റൊരു ഓർഡേഡ് എം ടപ്പിൾ ചൂസ് ചെയ്താൽ നമുക്ക് വേറൊരു കീ സ്ട്രീം ആവും കിട്ടുന്നത്. ദെൻ ഒരു ഗിവൺ പ്ലെയിൻ ടെക്സ്റ്റിനെ ഈ കീ സ്ട്രീം യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്താലും വിജിനിയർ സൈഫറിൽ കീ കെ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്താലും സെയിം സൈഫർ ടെക്സ്റ്റ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എക്സാമ്പിളിലൂടെ ഇത് വെരിഫൈ ചെയ്യാം. സപ്പോസ് m ഈക്വൽ ടു 3 ആൻഡ് ദി കീവേഡ് ഈസ് ആൻഡ്. a ഈക്വലൻ ടു 0യും n ഈക്വലൻ ടു 13ഉം d ഈക്വലൻ ടു 3യും ആയതുകൊണ്ട് കറസ്പോണ്ടിങ് കീ ഓർഡർ ട്രിപ്പിൾ 0,13,3. സപ്പോസ് ദി പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ഗാർഡൻ. നമുക്ക് ആദ്യം വിജിനിയർ സൈഫറിൽ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാം. ഇവിടെ m ഈക്വൽ ടു 3 ആയതുകൊണ്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ 3 എലമെന്റ്സ് വീതമുള്ള ഗ്രൂപ്പുകളാക്കുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് GAR, സെക്കൻഡ് ഗ്രൂപ്പ് DEN. G6നോട് ഈക്വലന്റ് ആണ്, A0യോട് ഈക്വലന്റ് ആണ്, R17നോട് ഈക്വലന്റ് ആണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയ ഇൻറ്റിജേഴ്സിന്റെ സ്ട്രിങ് 6, 0, 17 അത് ലിസ്റ്റ് ചെയ്യുന്നു. അതിന് താഴെ കെയിലെ ഇൻറ്റിജേഴ്സിനെ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുന്നു 0, 13, 3. ദെൻ കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് മോഡുലോ 26ൽ ആഡ് ചെയ്യുന്നു. 6 plus 0 mod 26 equal to 6, 0 plus 13 mod 26 equal to 13 and 17 plus 3 mod 26 equal to 20. Then ഇവയെ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ GNU എന്ന് കിട്ടും. ഇതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് DEN, കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് 3, 4, 13 അത് ലിസ്റ്റ് ചെയ്യുന്നു. താഴെ കെയിലെ മെമ്പേഴ്സും. ദെൻ കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുന്നു. 3 plus 0 mod 26 equal to 3, 4 plus 13 mod 26 equal to 17, 13 plus 3 mod 26 equal to 16.
ഇവയ്ക്ക് കറസ്പോണ്ടിങ് ആയ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഡി ആർ ക്യു. സോ സൈഫർ ടെക്സ്റ്റ് ഇതാണ് GNU DRQ. ഇനി കറസ്പോണ്ടിങ് കീ സ്ട്രീം നേരത്തെ പറഞ്ഞതുപോലെ ഡിഫൈൻ ചെയ്താൽ K ഈക്വൽ ടു OD00,13,3 ആയതുകൊണ്ട് ആ കീ സ്ട്രീം ഇങ്ങനെയായിരിക്കും. Z1 ഈക്വൽ ടു 0, Z2 ഈക്വൽ ടു 13, Z3 ഈക്വൽ ടു 3, Z4 ഈക്വൽ ടു 0, Z5 ഈക്വൽ ടു 13, Z6 ഈക്വൽ ടു 3, Z7 ഈക്വൽ ടു 0 ആൻഡ് സോ ഓൺ. ഇവിടെ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ EZ ഇതുപോലെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. EZ ഓഫ് X ഈക്വൽ ടു X plus Z mod 26 for any X belongs to Z26. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഗാർഡൻ എന്നാണ്. കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സിന്റെ സീക്വൻസ് 6, 0, 17, 3, 4, 13. ടോട്ടൽ 6 പ്ലെയിൻ ടെക്സ്റ്റ് എലിമെന്റ്സ് ഉണ്ട്. ഇവയെ റെസ്പെക്റ്റീവ്ലി Z1, Z2, Z3, Z4, Z5, Z6 യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. EZ1 of X1 equal to EZ1 of 6 which is equal to 6 plus Z1 mod 26, that is 6 plus 0 mod 26 which is equal to 6. EZ2 of X2 equal to EZ2 of 0 which is equal to 0 plus Z2 mod 26 which is equal to 0 plus 13 mod 26 which is equal to 13. EZ3 of X3 equal to EZ3 of 17 which is equal to 17 plus 3 mod 26 which is equal to 20. EZ4 of X4 equal to EZ4 of 3 which is equal to 3 plus 0 mod 26 which is equal to 3. EZ5 of X5 equal to EZ5 of 4 which is equal to 4 plus 13 mod 26 which is equal to 17. And EZ6 of X6 equal to 13 plus 3 mod 26 which is equal to 16. So integers in the new string 6, 13, 20, 3, 17, 16. അതിന് കറസ്പോണ്ടിങ് ആയ സൈഫർ ടെക്സ്റ്റ് GNU DRQ. അത് തന്നെയാണ് വിജിനിയർ സൈഫറിലും കിട്ടിയത്. ഇതുപോലെ വിജിനിയർ സൈഫറിലെ ഡീക്രിപ്ഷനും കറസ്പോണ്ടിങ് കീ സ്ട്രീം യൂസ് ചെയ്തിട്ടുള്ള ഡീക്രിപ്ഷനും ഈക്വലന്റ് ആയിരിക്കും. നമുക്ക് ബ്ലോക്ക് സൈഫേഴ്സിനെ സ്ട്രീം സൈഫേഴ്സിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് സൈഫേഴ്സിന്റെ കേസിൽ എല്ലാ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ്സിനെയും സെയിം കീ K യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. Zi ഈക്വൽ ടു K ഫോർ ഓൾ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതുപോലെ ഡിഫൈൻ ചെയ്ത ബ്ലോക്ക് സൈഫേഴ്സിനെയും നമുക്ക് സ്ട്രീം സൈഫേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഫോർ എ സ്ട്രീം സൈഫർ Z1, Z2, Z3 etc. Zi plus D ഈക്വൽ ടു Zi ഫോർ ഓൾ ഇന്റിജേഴ്സ് I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് ഇന്റിജർ D എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രീം സൈഫറിനെ പീരിയോഡിക് സ്ട്രീം സൈഫർ വിത്ത് പീരീഡ് D എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വിജിനിയർ സൈഫറിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്ത സ്ട്രീം സൈഫർ Zi plus M ഈക്വൽ ടു Zi ഫോർ ഓൾ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രീം സൈഫർ പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് M. ബൈനറി ആൽഫബറ്റ്സിന്റെ ടേംസിലും സ്ട്രീം സൈഫേഴ്സ് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഈ കേസിൽ സ്ക്രിപ്റ്റ് P ഈക്വൽ ടു സ്ക്രിപ്റ്റ് C ഈക്വൽ ടു സ്ക്രിപ്റ്റ് L ഈക്വൽ ടു Z2. Z2വിൽ ആകെ 0ഉം 1ഉം മാത്രമുള്ളത് കൊണ്ട് സ്ക്രിപ്റ്റ് Lൽ ആകെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആൽഫബറ്റ്സ് മാത്രമേ ഉണ്ടാവൂ. സ്ക്രിപ്റ്റ് Lൽ നിന്നും ഒരു ഇന്റിജർ Z ചൂസ് ചെയ്താൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻക്രിപ്ഷൻ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ ഓപ്പറേഷനും ജസ്റ്റ് അഡീഷൻ മോഡിൽ 2 ആണ്. ദാറ്റ് ഈസ് EZ of X ഈക്വൽ ടു X plus Z mod 2 and DZ of Y equal to Y plus Z mod 2 for any X comma Y belongs to Z2. Integer 0 boolean value false നെയും 1 boolean value ട്രൂവിനെയും റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അഡീഷൻ മോഡിലെ 2ഉം ലോജിക്കിലെ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനും ഈക്വലന്റ് ആയിരിക്കും. എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനിൽ 2 ഇൻപുട്സും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. അതുപോലെ 2 ഇൻപുട്സും ഫോൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. അഡീഷൻ മോഡിലെ 2വിൽ 1ഉം 1ഉം ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. അതുപോലെ 0 plus 0യും 0 തന്നെ. എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനിൽ ഫസ്റ്റ് ഇൻപുട്ട് ട്രൂവും സെക്കൻഡ് ഇൻപുട്ട് ഫോൾസും ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻപുട്ട് ഫോൾസും സെക്കൻഡ് 1 ട്രൂവും ആയാലും ഔട്ട്പുട്ട് ട്രൂ തന്നെ. അഡീഷൻ മോഡിലെ 2വിൽ 1 plus 0 ഈക്വൽ ടു 1 and 0 plus 1 equal to 1.
സോ അഡീഷൻ മോഡുലോ 2ഉം എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനും ഈക്വലന്റ് ആണെന്ന് പറയാം. ബൈനറി ഡിജിറ്റ്സിന്റെ ടേമിൽ ഡിഫൈൻ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എല്ലാം ഹാർഡ്വെയർസിലും എഫിഷ്യന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്.